യെസ് ഗൈസ്, അപ്പൊ നമ്മള് ട്രിവാൻഡ്രത്ത് വന്നിട്ട് നമ്മൾ മട്ടൻ കഴിക്കാണ്ട് എങ്ങനെയാ പോണത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടി വന്നിട്ടുള്ളത് കൊച്ചണ്ണൻ സാഹിബ് റെസ്റ്റോറന്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടുത്തെ മട്ടൻ നെല്ലി മട്ടൻ റോസ്റ്റ് ഒക്കെ അടിപൊളിയാന്ന് പറഞ്ഞേക്കണത്. അപ്പൊ ആ ഒരു സംഭവം ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ കയറി വരുമ്പോ തന്നെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ മട്ടന്റെ വെട്ടുന്നുണ്ട് ലൈവായിട്ട്. ട്രിവാൻഡ്രത്ത് അപ്പൊ എവിടെ നല്ല മട്ടൻ കിട്ടുന്ന ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞ സ്പോട്ടാണ്. നമ്മൾ ശരിക്കും ഒരു വീട്ടിൽ കയറി ചെന്ന പോലത്തെ ഒരു ഫീലാണ്. നമ്മൾ നോക്കുമ്പോ ഒരു ചേട്ടനോട് ഉഷാറായിട്ട് ഓടിച്ചാടി ഇറക്കുന്നുണ്ട്. എന്റെ പേര് ദിവാകരൻ. മുതലാളി ഇവിടെ തുടങ്ങിയത് 44-ല്, ഞാൻ വന്ന 76-ല്. നമ്മൾ എന്തായാലും കഴിച്ചിരിക്കേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ്? നമ്മുടെ മട്ടന്റെ എല്ലാ ഐറ്റവും കഴിക്കാം. നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യലാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് റോസ്റ്റാ, ലിവർ ആൻഡ് ബ്രെയിൻ, ഇത് മട്ടൻ കറി, ഫ്രൈ ഉണ്ടാവും. അതിപ്പോ ഇല്ല, പക്ഷേ നല്ല സ്പെഷ്യൽ ബിരിയാണി ഉണ്ട്. അതാണ് ഇവിടുത്തെ സ്പെഷ്യലാലിറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉരട്ടി, അപ്പം, ഇടിയപ്പം. ഞാനൊരു പൊറോട്ടയും ഇടിയപ്പവും മട്ടൺ റോസ്റ്റും ഒരു മട്ടൺ ബ്രെയിനും മട്ടൺ. കുറച്ചധികം ഓയിലിയാണ് പൊറോട്ട. നൈസ്. നമ്മള് നെല്ലി ചോദിച്ചു, പക്ഷെ നെല്ലി അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. അപ്പോൾ വന്നു ആദ്യം കുറച്ച് ഗ്രേവി സ്പൈസസിന്റെ ഒരു കിക്കാണ് നമുക്ക് നല്ല ഫീൽ ചെയ്യുമ്പോൾ കഴിയുമ്പോൾ കിട്ടും. ആദ്യം എന്തിനും ഒരു ജീരകത്തിന്റെ ഒരു ടച്ച് പോലെ തോന്നുന്നു. ബട്ട് എന്നാലും അത് മാത്രമല്ല, വേറെ കുറെ സ്പൈസസിന്റെ ഒരു ഇത് കിട്ടുന്നുണ്ട്. മീറ്റ് ആണെങ്കിൽ സോഫ്റ്റ് ആൻഡ് സക്കലൻസ് ആണ്. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത, എക്സ്പീരിയൻസ് ചെയ്യാത്ത ടേസ്റ്റ് ആണ്. കുറച്ച് ഗ്രേവി വെച്ച് പൊറോട്ടയും കൂടി. ബിരിയാണി ഉണ്ട്, പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെ വന്നാണ് ബിരിയാണി റെഡി ആയിട്ടില്ല. അടുത്ത് ബ്രെയിൻ കഴിക്കാം. ബ്രെയിൻ കുറച്ച് ഗ്രേവിയോടെ അങ്ങ് എടുക്കാം. ബ്രെയിൻ ഒരു ജസ്റ്റ് ഓക്കെ, സെയിം ഗ്രേവി എന്ന് തോന്നുന്നു രണ്ടിന്റെ. ഓക്കെയാണ് സാധനം. ഏലക്കയുടെയും പട്ടയുടെയൊക്കെ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ട് മൊത്തത്തിൽ ഈ ഒരു മസാലയ്ക്ക്. അതിലേക്ക് മട്ടൻ ബോട്ടി ഭയങ്കര ജ്യൂസിയാണ്, ഡ്രൈ അല്ല. സ്പൈസസിന്റെ ടേസ്റ്റ് നന്നായിട്ട് എടുത്തറിയുന്നുണ്ട്. പ്രോട്ടീനിൽ നല്ലത് ഇടിയപ്പമായിട്ടുള്ള കോമ്പിനേഷൻ ആണ്. അടിപൊളി കോമ്പിനേഷനാണ് ഇടിയപ്പമായിട്ട്. പൊള്ളി ബ്രെയിൻ അങ്ങനെ ഉള്ളവർക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നല്ലൊരു മസാല ഉണ്ട് രണ്ടിലും. നമ്മൾ ഇരിക്കുന്ന സമയത്ത് മട്ടൻ ബിരിയാണി റെഡി ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. മട്ടൻ മാത്രം വെറുതെ വെച്ചോളാം. പൊള്ളി സാധനം. ആ റൈസിനാണെങ്കിൽ ഒരു കിടിലം ടേസ്റ്റ്. മീറ്റിന്റെ ഫാറ്റ് ഫുൾ ആ റൈസിലേക്ക് ഇറങ്ങിയിട്ടേ കിടിലും ഫ്ലേവറാണ്. മൊത്തത്തിൽ ആ ഒരു ബിരിയാണിക്കും മീറ്റിനും ഏകദേശം കൈൻഡ് ഓഫ് സിമിലർ ഫ്ലേവർ. നല്ലൊരു മട്ടൻ ബിരിയാണി തന്നെ. ഇഷ്ടമായി. പക്ഷെ എന്നാലും ആ മട്ടൺ റോസ്റ്റിന്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കരമായിരുന്നു. ഫ്ലേവർ കൊള്ളാം, പക്ഷെ കുറച്ചുകൂടി മസാല വേണം. എനിക്ക് മസാല കുറച്ചുകൂടി കൂടുതലാണ് ഇഷ്ടം. കൊള്ളാം. ആ ഒരു മീറ്റും റൈസും കൂടി കഴിക്കുമ്പോഴല്ല ശരിക്കും ഒരു മെൽറ്റിൻ മൗത്ത് എന്നൊക്കെ പറയല്ലേ, ആ ഒരു സംഭവം. ചേട്ടൻ നമ്മുടെ സബ്സ്ക്രൈബറാണ്. തിരുവനന്തപുരം കരമനയിലാണ് അപ്പൊ ലൊക്കേഷൻ വരുന്നത്. ഗൂഗിൾ ഏച്ചിനോട് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് എക്സാക്ട് ആയിട്ട് പറഞ്ഞു തരും. അത് കഴിഞ്ഞ് ഒന്ന് തണുപ്പിക്കാൻ ഞങ്ങൾ നേരെ വിട്ട് നമ്മുടെ പാളയം സ്റ്റേഡിയത്തിനടുത്തുള്ള ഈ കാണുന്ന സ്പോട്ടിലാണ്. നമുക്ക് പൈനാപ്പിള്, മുന്തിരി, ഓറഞ്ച്. പൈനാപ്പിൾ വെച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ പേരുന്നോ? രവി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റേഡിയത്തിനടുത്തുണ്ടെങ്കിൽ ഇവിടെ വന്ന് കുടിക്കുക. ജ്യൂസ് അല്ലേ, സർബത്ത് എന്താ വെച്ചെങ്കിൽ അല്ലേ, 10 സർബത്തുണ്ട്. അനാമിക സർബത്ത് സ്റ്റാൾ. അപ്പൊ എല്ലാവരും വന്ന് കുടിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. യെസ്, ഓക്കെ. അതിനുശേഷം ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ട്രിവാൻഡ്രം സൂവിലേക്ക്. എന്നിട്ട് അവിടുത്തെ കുറെ ക്യൂട്ടി പൈസിനെയും കണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് പോയേക്കുന്നത് വളരെ ചെറുതായിരുന്ന സമയത്താണ്. അപ്പൊ ഇത് ശരിക്കും ഒരു നൊസ്റ്റാൾജിക് സംഭവം. അപ്പൊ കൊള്ളാം. ഇറ്റ് വാസ് എ ഫീൽ ഗുഡ് മൊമെന്റ് ആക്ച്വലി. അപ്പൊ അങ്ങനെ അതിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് തീരണ്ടായില്ല, കുറെ ഉണ്ടായി കാണാനായിട്ട്. എന്നിട്ട് അതിനുശേഷം നേരെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോയി. അപ്പൊ ആ വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ, it's me, Agent Free, saying bye.